ശബരിമല സ്വർണ്ണമോഷണം സംബന്ധിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ന്യൂസ് 18 പുറത്തുവിടുകയാണ്. സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ടി ജി സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശബരിമല സ്വർണ്ണമോഷണം സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ടാണിപ്പോൾ ന്യൂസ് 18ലൂടെ പുറത്തുവരുന്നത്. ഈ സെക്രട്ടറി എന്ന് പറയുന്നത് സ്വർണ്ണ പാളി അത് ചെമ്പ് മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിയ അസാധാരണമായ ഉത്തരവിലൂടെ അല്ലെങ്കിൽ അസാധാരണമായ മഹസറിലൂടെ അത് രേഖപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇതടക്കം ദേവസ്വം വിജിലൻസ് വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണോ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്? കൂടുതൽ എന്തെങ്കിലും സെക്രട്ടറി അല്ലാതെ മറ്റെന്തെങ്കിലും നടപടികൾക്ക് ശുപാർശയുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി നമ്മൾ പരിശോധിച്ച് വരുന്നു. ഇതിൽ ലഭ്യമാവുന്ന ഒരു കാര്യം, വലിയ തരത്തിലുള്ള ക്രമക്കേട് സംഭവിച്ചു എന്ന കാര്യം വിജിലൻസ് തന്നെ സ്ഥിരീകരിക്കുന്നു ഈ റിപ്പോർട്ടിൽ എന്നതാണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിൽ നടന്ന ക്രമക്കേട് ഇങ്ങനെയാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് ശബരിമല തന്ത്രിയോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താല്പര്യപ്രകാരം ഒരഭിപ്രായം ചോദിക്കുന്നു. ഈ അഭിപ്രായം ചോദിച്ച അടിസ്ഥാനത്തിൽ ശബരിമല തന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ദ്വാരപാലകളിലും തെക്കുവടക്കും മൂലകളിലും പൊതിച്ചിട്ടുള്ള ചെമ്പ് തകിടുകളിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതായി സ്വർണം പൂശി വൃത്തിയാക്കണമെന്ന് അനുവദിക്കാവുന്നതാണ് എന്നതാണ് തന്ത്രി നൽകിയ അഭിപ്രായം. പക്ഷേ മുരാരി ബാബു എന്ന നടപടി നേരിട്ട ആ ഉദ്യോഗസ്ഥൻ ഈ തന്ത്രിയുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവിൽ ഒരു തിരുത്തൽ വരുത്തുന്നു. അതിൽ വരുത്തിയത് ഇങ്ങനെയാണ്: മുരാരി ബാബുവിൻ്റെ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിലും കൂടാതെ തെക്കും വടക്കും മൂലകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ചെമ്പു പാളികളും അറ്റകുറ്റപ്പണികൾ തീർത്ത് സ്വർണം പൂശി സമർപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നയാൾക്ക് അനുവാദം നൽകാവുന്നതാണ് എന്നതാണ് മുരാരി ബാബു പിന്നീട് എഴുതി ചേർത്തത്. അതായത് ശബരിമല തന്ത്രി സ്വർണം കുറഞ്ഞു ചെമ്പ് തെളിഞ്ഞതിനാൽ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ മുരാരി ബാബു വെറും ചെമ്പു തകിടുകൾ എന്ന് എഴുതിയാണ് ഈ ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് വലിയ ക്രമക്കേട് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഇക്കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇതിൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായി പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇക്കാര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഇക്കാര്യത്തിൽ അന്ന് സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ ഇതിന് സമാധാനം പറയുകയും അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്യണമെന്നതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറാം എന്നതാണ് എന്ന തരത്തിലാണ് അന്ന് ബോർഡിൻ്റെ തീരുമാനമുണ്ടാവുന്നത്. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒരു വാചകം ഇവർ കൂടുതലായി ചേർത്തു എന്നതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനെ കൈമാറുന്നതിനും എന്ന ഒരു വാക്ക് ഇവർ ബോധപൂർവമായി എഴുതി ചേർത്തു എന്നത് കൂടിയാണ് ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അതായത് എസ് ജയശ്രീയുടെ ഭാഗത്തും ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെക്കെതിരെയും അച്ചടക്ക നടപടി എടുക്കണമെന്നതുമാണ് ഇതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിനപ്പുറം ബോർഡ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യവും വിജിലൻസിലുണ്ടോ എന്ന പരിശോധന കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്: ഈ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായി ബോധ്യമുള്ള വ്യക്തികളാണ്. രണ്ട് രീതികളാണ് പറയുന്നത്. ഒന്ന്, ഇവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരായി എത്തിയവരാണ് എന്ന് മാത്രമല്ല ശബരിമലയിലെ തന്ത്രപ്രധാനമായ ചുമതലകളിൽ ഇരുന്നവർ കൂടിയാണ്. അതുകൊണ്ട് ശബരിമലയിലെ കാര്യങ്ങളെക്കുറിച്ച് തികച്ചും ബോധ്യമുള്ളവരാണ്. ഇവർ ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ചെമ്പു തകിടുകൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥൻ, ഒപ്പം തന്നെ എസ് ജയശ്രീ എന്ന ദേവസ്വം സെക്രട്ടറി, ഇവർക്ക് വലിയ പിഴവുകളുണ്ട്. ഇവർക്കെതിരെ അച്ചടക്ക നടപടി എന്നതാണ്. ഇതിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന അച്ചടക്ക നടപടിക്കെതിരെ പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി വരുമെന്ന് ഉറപ്പാണ്. ഇതാണ് 9 ആളുകൾ ഒപ്പിട്ട ഈ 9 1 10 ഈ പോറ്റി അടക്കം 10 പ്രതികളാണ്. ഒന്നാം പ്രതി 2 FIR-ലും പോറ്റിയാണ്. മറ്റ് 9 ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതികളാക്കിക്കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ ദേവസ്വം സെക്രട്ടറി ജയശ്രീ എന്ന ദേവസ്വം സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടത്തിയെന്ന് ആദ്യം മുതലേ ആരോപണമുള്ളത്. മുരാരി ബാബു പ്രതിക്കൂട്ടിലുള്ള മറ്റൊരാൾ കൂടിയാണ്. ഇതിനപ്പുറത്ത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരം ക്രമക്കേടുകൾ നടക്കുമോ എന്ന ചോദ്യം കൂടി. ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടുള്ള ഉത്തരവുകളാണ്. നമുക്കറിയാം, ഉദ്യോഗസ്ഥരൊക്കെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം, ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് എടുക്കുന്ന തീരുമാനത്തിന് ഒപ്പിടുന്ന ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികം ഇവർക്ക് മാത്രം അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ആ ദേവസ്വം ബോർഡിൻ്റെ പങ്കാളിത്തം കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ടോ സൈത്ത്? അത്തരം എന്തെങ്കിലും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടോ?
ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന ഭാഗങ്ങളില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പരിശോധന കൂടി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ക്രമക്കേട് നടന്നു എന്നതാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ കൃത്യമായി തന്നെ ഈ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ ഉത്തരവിലേക്ക് വന്നപ്പോൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന പരാമർശമാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ പ്രധാന ഉള്ളടക്കമായി വരുന്നത്. ഇതിലാണ് ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിജിലൻസ് പറയുന്നത്. ഇതിൽ രണ്ട് തരത്തിലുള്ള വീഴ്ചകൾ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, തന്ത്രിയുടെ അനുമതി ഉത്തരവിനെ, അനുമതി പത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി. ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അനുവദിച്ചതിന് വിരുദ്ധമായി ഉത്തരവിൽ ചില പരാമർശങ്ങൾ നടത്തി. ഈ രണ്ട് കണ്ടെത്തലുമാണ്. ഇതിൽ മുരാരി ബാബു ഒപ്പം തന്നെ സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ, ഈ രണ്ട് പേരുകൾക്കുമെതിരെ വലിയ പരാമർശം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ പരാമർശങ്ങളുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യം പ്രസക്തമാണ്. അതായത് ഈ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുന്ന രീതിയിൽ വിജിലൻസ് ബോധപൂർവമായി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതാണോ? പക്ഷേ സ്വാഭാവികമായും ചോദ്യം എത്തേണ്ടത് അവരിലേക്കാണ്. കാരണം ഉദ്യോഗസ്ഥരറിഞ്ഞു മാത്രം ഇക്കാര്യങ്ങൾ എങ്ങനെ നടന്നു എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ദേവസ്വം ബോർഡിൻ്റെ താല്പര്യമില്ലാതെ ഇതെങ്ങനെ സംഭവിച്ചു? ഇനി ഉദ്യോഗസ്ഥ വീഴ്ചയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡ് കൂടിയല്ലേ എന്ന പ്രസക്തമായ ചോദ്യം കൂടിയുണ്ട്. എന്തായാലും വിജിലൻസിൽ നേരിട്ട് എന്തെങ്കിലും പരാമർശമുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സൈറ്റ് പുറത്തുവിടുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അതിൽ ഉദ്യോഗസ്ഥ രാജശ്രീ എന്ന ദേവസ്വം സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം മറ്റൊന്ന്, ഈ മുരാരി ബാബു എന്ന ദേവസ്വം കമ്മീഷണർ, അയാളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമക്കേടുകൾ കാരണമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിഹിതമായ ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാൾക്ക് അയാളുടെ ഇഷ്ടപ്രകാരം തോന്നിവാസം കാണിക്കാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുത്തത് ഈ ഉദ്യോഗസ്ഥരാണ് എന്ന നിലയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതൊക്കെ വേണം കാത്തിരുന്ന് കാണാൻ എന്നുള്ളതാണ്. നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് പോകാറായോ സൈത്ത്? നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അതിലേക്ക് വരാം. അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി തേടാനുണ്ട്. ദേവസ്വം സെക്രട്ടറിക്ക് നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അത്തരത്തിലുള്ള ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായി, അപ്പോൾ ബോർഡിനെ വെള്ളപൂശിക്കൊണ്ടുള്ള ബോർഡ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഒരു ദേവസ്വം സെക്രട്ടറി ചില കാര്യങ്ങൾ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വളരെ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായി ദേവസ്വം സെക്രട്ടറി ചില നടപടികൾ സ്വീകരിച്ചു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള, ചെമ്പ് എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശാനുള്ള നീക്കങ്ങൾ നടത്താനുള്ള അയാളുടെ നീക്കത്തിന് എല്ലാവിധ പിന്തുണയും നൽകി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായി മാറും. ബോർഡിനെ വെള്ളപൂശാനുള്ള ശ്രമം ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ബോർഡ് അറിയാതെയാണ്, അല്ലെങ്കിൽ ബോർഡിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായാണ് ഈ സെക്രട്ടറി അന്ന് പ്രവർത്തിച്ചത്, ജയശ്രീ എന്ന സെക്രട്ടറി പ്രവർത്തിച്ചത് എന്ന് വന്നാൽ അത് ബോർഡ് അറിയാതെ ഇത്ര വല്ല സംഭവങ്ങൾ നടക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ഇതടക്കം വിശദമായി അന്വേഷിക്കുമെന്നും ഈ ദേവസ്വം സെക്രട്ടറിക്ക് നടപടി വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും SITക്ക്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന SITക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും. 6 ആഴ്ച മാത്രമാണ് അവർക്ക് സമയമുള്ളത്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വളരെ കൃത്യമായി കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ക്വിക്കായി വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടാകും. സെക്രട്ടറിയും തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറും അടക്കം ഈ വിഷയത്തിൽ പ്രതിയാകുമെന്ന കാര്യത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേണ്ടിവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ദേവസ്വം വിജിലൻസ് ഇപ്പോൾ പുറത്തുവിട്ട, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇപ്പോൾ പുറത്തുവിട്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ നൽകിയ
വിവരങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1998 ശബരിമല ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളിലുമുള്ള ചെമ്പ് തകടുകളിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ പരിശോധിച്ചു. ഈ കാലഘട്ടത്തിൽ 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാടുകൾ ഇളക്കിയെടുത്ത് സ്വർണം പൂശി സമർപ്പിക്കാൻ സ്പോൺസർ ശ്രീ ഉണ്ണികൃഷ്ണൻകുട്ടി ചുമതലപ്പെടുത്തിയ ബന്ധപ്പെട്ട റെക്കോർഡുകളടക്കം പരിശോധിച്ചു. ഒപ്പം 7/9/2025 അനധികൃതമായി ദ്വാരപാലക ശില്പങ്ങളിലെ ലോഹപാടുകൾ ഇളക്കി സ്വർണം പൂശാൻ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും പരിശോധിച്ചു. അതായത് 2-3 പ്രധാനപ്പെട്ട റെക്കോർഡുകൾ പരിശോധിച്ചാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 16/4/1998 UB ഗ്രൂപ്പിന് വേണ്ടി, വിജയ് മല്യയുടെ UB ഗ്രൂപ്പിന് വേണ്ടി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീ AK രവി നെടുങ്ങാടിയും തമ്മിൽ എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ എഗ്രിമെന്റ് പ്രകാരം 22 ഗേജ് ചെമ്പ് തകടുകളിൽ 24 ക്യാരറ്റ് സ്വർണം, അതായത് 30.329 കിലോഗ്രാം സ്വർണം, അത്രയും സ്വർണം എത്തിച്ച് അതവിടെ കൃത്യമായി തന്നെ സ്വർണ്ണപ്പാളികളാക്കി അതിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത്